വിവാദമായ ബി.ഡി. ബിഹാർ എക്സ്പോസ്റ്റിന്റെ പേരിൽ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ വിഭാഗം മേധാവി സ്ഥാനം വി.ടി. ബൽറാം രാജിവെച്ചിട്ടില്ല എന്ന് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. ബൽറാമിനെതിരെ നടപടി എടുത്തിട്ടില്ലെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. ഇതിനിടെ എക്സ്പോസ്റ്റ് തന്റെ അറിവോടെയല്ല എന്ന് കെ.പി.സി.സി നേതൃയോഗത്തിൽ ബി.ടി. ബൽറാം വിശദീകരിച്ചു. സ്വന്തം നിലയ്ക്ക് പോസ്റ്റുകൾ വേണ്ടെന്നും നേതൃത്വവുമായി കൂടിയാലോചന നടത്തണമെന്നും കെ.പി.സി.സി നിർദ്ദേശം നൽകി. പി.ആർ. പ്രവീണയുണ്ട് വിവരങ്ങളുമായി. പ്രവീണ, ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യം പറയുന്നതിന് കാരണം എന്താണ്? ഇപ്പോൾ വിശദീകരണമായി ബൽറാമും രംഗത്തെത്തുന്നുണ്ട്. തന്റെ അറിവോടെയല്ല അത് ഉണ്ടായിട്ടുള്ളതെന്നാണ് കെ.പി.സി.സി നേതൃത്വത്തോട് വിശദീകരിച്ചിട്ടുമുള്ളത്. ഇങ്ങനെയൊരു നിലപാടിലേക്ക് സണ്ണി ജോസഫ് എത്തുന്നതിന്റെ കാരണം എന്താണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബി.ഡി. ബിഹാർ പോസ്റ്റ് വലിയ തോതിൽ വിവാദമായിരുന്നു. അതിനെ രാഷ്ട്രീയ ആയുധമാക്കി ബീഹാറിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്നുള്ള തരത്തിൽ ഇത് രാഷ്ട്രീയ ആയുധമാക്കി ബി.ജെ.പി മാറ്റുകയും ചെയ്തതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ വി.ടി. ബൽറാം അന്ന് വിശദീകരണവുമായി രംഗത്തെത്തിയത്. താൻ നേരത്തെ തന്നെ ഈ സമൂഹ മാധ്യമ ചെയർമാൻ സ്ഥാനം രാജിവെച്ചതാണ് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ നേതൃത്വം അത് അംഗീകരിച്ചിരുന്നില്ല. തന്റെ രാജി എത്രയും വേഗം അംഗീകരിച്ചത് പരസ്യപ്പെടുത്തണമെന്നുള്ളതായിരുന്നു വി.ടി. ബൽറാമിന്റെ ആവശ്യം. പക്ഷേ ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ മന്ത്രിമാരടക്കം വി.ടി. ബൽറാമിനെ പരിഹസിച്ച് രംഗത്തെത്തി. വി.ടി. ബൽറാമിന്റെ വിക്കറ്റ് തെറിച്ചു, അമ്പയറുടെ വിക്കറ്റ് തെറിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും എന്നുള്ള തരത്തിൽ വലിയ പരിഹാസങ്ങൾ ഉയർന്നു. ഇതേ തുടർന്നാണ് വി.ടി. ബൽറാം തന്റെ നിലപാട് നേതൃത്വത്തോട് വിശദീകരിച്ചത്. തന്റെ അറിവോടെയല്ല ഈ ഒരു പോസ്റ്റ് എക്സിൽ വന്നത്. താൻ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ തിരുത്തുകയും ചെയ്തു. ഒരു കൂട്ടം പ്രൊഫഷണലുകൾ, അത് ഈ രംഗത്തുള്ള പ്രൊഫഷണലുകൾ മാത്രമല്ല, പലവിധ ജോലികൾ ചെയ്യുന്ന പ്രൊഫഷണലുകളായ ഒരു കൂട്ടം യുവാക്കളോ ആളുകളോ ഒക്കെ ചേർന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വിങ് കൈകാര്യം ചെയ്യുന്നത്. അതുപോരാ, പകരം ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള ആളുകളെ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു, ഒരു റിപ്പോർട്ടും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വി.ടി. ബൽറാമിനെതിരെ ആരോപണം ശക്തമായതോടെയാണ് ഇതിന് വിശദീകരണവുമായി ഇപ്പോൾ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. വി.ടി. ബൽറാമിനെ എതിരെ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തിട്ടില്ല. അദ്ദേഹം തന്നെ സ്വയം സന്നദ്ധനായി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള സന്നദ്ധത അറിയിച്ചതാണ്. ബി.ഡി. ബിഹാർ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വി.ടി. ബൽറാമിന് അതിൽ പങ്കൊന്നുമില്ല. അത് അദ്ദേഹം നേതൃത്വത്തോട് വിശദീകരിച്ചതുമാണ്. തന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അത് തിരുത്താൻ നിർദ്ദേശം നൽകിയതും വി.ടി. ബൽറാം ആയിരുന്നുവെന്ന് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വാർത്താക്കുറിപ്പായി കെ.പി.സി.സി അറിയിക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് ഈ സമൂഹ മാധ്യമ വിഭാഗം പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ചർച്ചകളിലേക്കും കെ.പി.സി.സി കടക്കുകയാണ്. ശരി, പി.ആർ. പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.